ആദ്യമായി തന്നെ ഞാൻ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ക്ഷമ ചോദിക്കുന്നു സാക്ഷ്യം പറയുവാൻ വൈകിയതിന്. എൻ്റെ പേര് ശ്രീദേവി, പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹത്താൽ എനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ സന്നിധിയിൽ നിൽക്കുന്നത്. ഈ സന്നിധിയിൽ പ്രതിസ്വീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ തുടങ്ങുന്നു. എൻ്റെ ചെറുപ്പം തൊട്ടേ എനിക്ക് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് ചിക്കൻ കഴിക്കുമ്പോൾ കൂടുതലാവും. അങ്ങനെ ഇത്രയും വർഷമായിട്ട് ഹോസ്പിറ്റലുകളിലൊന്നും ഞാൻ പോയിട്ടേ ഇല്ല. ഞാൻ 2022 10 മാസത്തിലാണ് ഉടമ്പടി എടുത്തത്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണമായത്. ഉടമ്പടി പുതുക്കി സാക്ഷ്യപ്പെടുത്തുവാൻ ഇവിടെ സാധിക്കാതിരുന്നത് കൊണ്ട് അച്ഛൻ പറയുമ്പോഴൊക്കെ, ഇങ്ങനെ ധ്യാനത്തിൽ പറയുമ്പോഴൊക്കെ സാക്ഷ്യം പറഞ്ഞില്ലല്ലോ എന്നൊരു വേദന ഉണ്ടായിരുന്നു. പലവട്ടം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് വിചാരിക്കും, പക്ഷേ ഉടമ്പടി പുതുക്കും തിരിച്ചു പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ പൈൽസിൻ്റെ അസുഖം കൂടുതലായി. ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാനും കിടക്കാനും പറ്റാത്ത ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ബ്ലീഡിങ് ഒരുപാട് പോവുമായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ എൻ്റെ ഉടമ്പടിയിൽ തന്നെ വിശ്വസിച്ച് ഉറച്ചു നിന്നു. നേർച്ച വസ്തുക്കൾ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. രാവിലെ എണീറ്റാൽ ഞാൻ ചൂടുവെള്ളം ചൂടാക്കും, അതിലേക്ക് നമ്മുടെ നേർച്ച വസ്തുവായ ഉപ്പും ഇട്ടിട്ട് വിശ്വാസത്തോടു കൂടി തന്നെ ഞാനത് ചെയ്യും. എന്നാലും എൻ്റെ വീട്ടുകാർ ഒത്തിരി നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ പോവാൻ. പക്ഷെ ഞാൻ പോയില്ല. എൻ്റെ അമ്മ മാതാവും ഈശോയും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ നേർച്ച വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. 6 വർഷമായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇതുവരെ ഞാൻ ഹോസ്പിറ്റലുകളിൽ പോയിട്ടേ ഇല്ല. ഒരു പനി വന്നാൽ പോലും ഞാൻ ഹോസ്പിറ്റലിൽ പോകാറില്ല. ഈ നേർച്ച വസ്തു, ഉപ്പ്, വിശുദ്ധ തൈലം മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം ഞാൻ ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്ന് നിന്നു. എനിക്ക് നിൽക്കാനും ഇരിക്കാനും പറ്റാതെ ഒത്തിരി ഞാൻ വിഷമിച്ചു. അവിടെ ഇരുന്നിട്ട് ഒത്തിരി കരഞ്ഞു. എന്നിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്നില്ലല്ലോ, എന്തുകൊണ്ട്? എന്നാൽ അടുത്ത പ്രാവശ്യമെങ്കിലും വരുമ്പോൾ എനിക്ക് ഇതുപോലെ സാക്ഷ്യം പറയുവാൻ ഇടവരുത്തണേന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞിട്ട് പോയി. വീണ്ടും ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഉറച്ചു തന്നെ തീരുമാനിച്ചു എൻ്റെ സാക്ഷി ഞാൻ ഈ ആൾത്താരയിൽ പറയുന്നു പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ പൈൽസ് രോഗം പൂർണ്ണമായും മാറി. പക്ഷെ ഞാൻ ഈ സാക്ഷ്യം പെടുത്താതിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മപ്പെടുത്തുമായിരുന്നു വേദന. അപ്പോൾ ഞാൻ പറയും, അമ്മേ, നീ എനിക്ക് മാറ്റിയ അസുഖമല്ലേ, പിന്നെ എന്തുകൊണ്ട് നീ എനിക്ക് ഈ അസുഖം വീണ്ടും എനിക്ക് തരുന്നു എന്ന് പറയുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ ആ വേദന മാറിപ്പോവും. അങ്ങനെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ പൈൽസ് രോഗം പൂർണ്ണമായും മാറുകയും അതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അടുത്തത് എൻ്റെ ഇളയ കൊച്ചിനെ ഞാൻ പ്രസവിച്ചതിന് ശേഷം പ്രസവ ആനുകൂല്യം കിട്ടും പെൺകുട്ടികൾക്ക്. അങ്ങനെ ഞാനത് അപേക്ഷ കൊടുത്തിട്ട് 8 വർഷമായിട്ട്, കൊച്ചിന് 8 വയസ്സായിട്ടും ആ പൈസ കിട്ടിയില്ല. അപ്പോൾ ഞാൻ 2024 വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് തിരിച്ചു പോയപ്പോൾ ഒരു സാക്ഷ്യത്തിൽ ഉപ്പിട്ട്, അപ്പോഴൊന്നും അത്ര ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അതിനുശേഷം ഉടമ്പടി പുതുക്കി ഞാൻ പിറ്റേത്തെ ആഴ്ച പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന വഴിക്ക് അതിലെ ആ ഓഫീസിലേക്ക് പോയി ഞാൻ അതിനകത്ത് ആ ജനലിൽ ആരും ചവിട്ടാത്ത ഇടത്ത് ഞാൻ ആ ഉപ്പ് ഞാൻ വിശ്വാസത്തോടു കൂടി തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അവിടെ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചു. ഇതുപോലെ കൊച്ചിൻ്റെ ഫണ്ട് ശരിയായിട്ടുണ്ട്, ബാക്കി ഡോക്യുമെൻ്റൊക്കെ കൊണ്ടുവന്ന് തായോ എന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് വിളിച്ചു. അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പാലക്കാട് പോയി. അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കൊച്ചിൻ്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ വരികയും അതിന്
ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. അടുത്തത്, എനിക്ക് 6 മാസമായിട്ട് വലിയൊരു നടുവേദന, കുനിയാനും പറ്റില്ല, നിവരാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ മരുന്ന് കഴിക്കാനൊന്നും ഞാൻ പോയില്ല. വിശുദ്ധ തൈലം തന്നെ ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ, സന്ധ്യാപ്രാർത്ഥനയ്ക്കും രാവിലത്തെ പ്രാർത്ഥനയ്ക്കും ഞാൻ ഉപ്പിട്ട് കലക്കി കുടിക്കുകയും പിന്നെ നടുവിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനത്തിൽ രോഗസൗഖ്യ സമയത്ത് അച്ഛൻ പറഞ്ഞു, നടുവിന് പ്രശ്നമുള്ളവർ കൈവയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കും നടുവേദനയാണല്ലോ എന്നും പറഞ്ഞിട്ട് വേഗം ഞാനും മുട്ടുകുത്തി നടുവിൻ്റെ പുറകിൽ ഇങ്ങനെ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാനും ഉറക്കെ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ രോഗസൗഖ്യമൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കുനിഞ്ഞെന്തോ പണിയെടുക്കുമായിരുന്നു. അപ്പോൾ നടുവിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ പിന്നെ മനസ്സിലായി, പരിശുദ്ധ അമ്മ ഈശോ എൻ്റെ ആ നടുവേദന അത് പൂർണ്ണമായി എടുത്തു മാറ്റി. അതിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എന്നെ ഇത്രയും അനുഗ്രഹങ്ങൾ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ അവസാനിപ്പിക്കുന്നു. ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത്, ഇവിടുത്തെ വിശുദ്ധ പത്രം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കൊണ്ടുപോയതിന് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പത്രങ്ങളിലെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം പൂശും കുരിശ് വരച്ച്. അതിന് ശേഷമാണ് ഞാൻ ആ പത്രം വിതരണം ചെയ്യാൻ പോണത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ആ പത്രം കൊടുത്തു തീർക്കും. ഈശോയെ അറിയാത്തവരെ അറിയിക്കുകയും വചനങ്ങൾ ചൊല്ലി അവരോട് പറയുകയും ചെയ്യും. പിന്നെ പാവപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ഞാൻ കുറേ പൈസയൊക്കെ ഇങ്ങനെ മാറ്റിവെക്കും. ദൈവഹിതം അനുസരിച്ച് അങ്ങനെ ദശാംശം മാറ്റിവെക്കുമ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ആരെങ്കിലും വയ്യാത്തവരെ കാണുവാണെങ്കിൽ, കിടപ്പ് രോഗികളൊക്കെ കാണാൻ പോവുകയാണെങ്കിൽ അവർക്ക് ആ പൈസ കൊടുക്കും. പിന്നെ ഫുഡ് ചെയ്യുന്നത് ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് ഫുഡ് സപ്ലൈ ചെയ്ത് ഞങ്ങൾ അനാഥ മന്ദിരങ്ങളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും, അത് സ്റ്റാറ്റസ് വയ്ക്കും, ഷെയർ ചെയ്യും. ധ്യാനം കൂടും, അത് സ്റ്റാറ്റസ് വയ്ക്കും, ഷെയർ ചെയ്യും. സാക്ഷ്യങ്ങൾ കേൾക്കും. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 1-ാം വാക്യം. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ശ്രീദേവി രതീഷ് അട്ടപ്പാടി തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തനിക്ക് 30 വർഷമായിട്ടുണ്ടായിരുന്ന പൈൽ സംബന്ധമായ അസുഖം അത് പൂർണ്ണമായിട്ടും ഉടമ്പടി വസ്തുക്കളോടും പരിശുദ്ധ അമ്മയോടും ചേർന്നുകൊണ്ടുള്ള ഉടമ്പടിയിൽ അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ ആ രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഇയാൾ താരക്ക് മുമ്പിൽ വരുമ്പോൾ നിരവധി പ്രാർത്ഥനകളിൽ ഇയർത്താരയിൽ പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട് ഉയർത്തണമെന്നുള്ളതായിരുന്നു ശ്രീദേവി രതീഷിൻ്റെ പ്രാർത്ഥന. അത് പരിശുദ്ധ അമ്മ തനിക്ക് നൽകിയ രോഗസൗഖ്യത്തിലൂടെ ഈ ഇയർത്താരയ്ക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധ അമ്മ വലിയ അനുഗ്രഹങ്ങൾ നൽകി ഈ മകളെ അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെയാണെങ്കിലും പ്രസവാനുകൂല്യം ലഭിക്കേണ്ടത് 8 വർഷമായിട്ട് ലഭിക്കാതെ കിടക്കുകയായിരുന്നത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കളോട് ചേർന്നുകൊണ്ടുള്ള പ്രാർത്ഥനകളിലൂടെ അത് പൂർണ്ണമായിട്ടും അത് ആനുകൂല്യം ലഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും അച്ഛൻ്റെ പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും പങ്കെടുക്കുമ്പോൾ തനിക്ക് നടുവ് സംബന്ധമായ അസുഖം അത് പൂർണ്ണമായിട്ടും അച്ഛൻ്റെ പ്രാർത്ഥനയോട് ചേർന്നുകൊണ്ട് ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ അത് പൂർണ്ണമായൊരു വലിയ സൗഖ്യമായിട്ട് പരിശുദ്ധ അമ്മ ഇവൾ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനിയും വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇവൾ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഈ അൾത്താരയിൽ ഉയർത്തണമേ എന്നും നമുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.